ഹലോ എവരിവൺ, ഞാൻ ശ്രുതി. ലോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത്, നമ്മളിപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് 2025 PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്ട് വൈസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇതിൻ്റെ മൂന്നിൻ്റെയും ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസുകൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 2025 ചോദിച്ചിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽ മേൽനോട്ടത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതികളുടെ ആധികാരികത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട്. 1991 69 ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. അതുപോലെ ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. പല മേഖലയിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ട് നോക്കാം. ആർട്ടിക്കിൾ 227 എന്താണ് പറയുന്നത്? ഹൈക്കോടതികൾക്ക് ബാക്കിയുള്ള കോടതിയിൽ മേൽ എന്തുണ്ട്? അധികാരമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന ചെയ്യുമ്പോൾ ഓർത്തിരിക്കുക, ഹൈക്കോടതിക്ക് എന്താണ് താഴോട്ടുള്ള കോടതികളുമേൽ അധികാരമുണ്ട് എന്നുള്ള ആർട്ടിക്കിൾ ഏതാണ്? 227 ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ആധികാരികത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് അഥവാ യൂണിയൻ ടെറിട്ടറികളിലേക്ക് വ്യാപിപ്പിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? പാർലമെന്റിനാണ് അധികാരമുള്ളത്. ഈ അധികാരം കൊടുത്തത് 7ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ് കേട്ടോ. 7th അമെന്റ്മെന്റ് വഴിയിട്ടാണ് പാർലമെന്റിന് ഇങ്ങനെ ഒരു അധികാരം കിട്ടുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഹൈക്കോടതിക്ക് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയുടെ കീഴിലാണ് ഏത് വരുന്നത്? ലക്ഷദ്വീപ് എന്ന് പറയുന്ന പ്രദേശവും വരുന്നത്. അപ്പൊ ആ ഒരു യൂണിയൻ ടെറിട്ടറിക്ക് സംസ്ഥാനത്ത് ഒരു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വരുന്നു എന്ന അല്ലെങ്കിൽ അതിന് അധികാരത കൊടുക്കാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് ഉള്ളത്. 7th അമെന്റ്മെന്റിലൂടെയാണ് ഈ ഒരു അധികാരം കിട്ടിയതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി 1991 69 ഭേദഗതിയിലൂടെയാണ് എന്ത്? ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായിട്ട് മാറ്റുന്നത്. യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി എന്നതിന് പകരം നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക. 69ാമത് ഭേദഗതിയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷന്റെ ST കമ്മീഷന്റെ എന്താണ് അംഗങ്ങൾ എത്ര പേരാണ്? 5 പേരാണ് അംഗങ്ങൾ. ഓർത്തിരിക്കുക. ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 3 അംഗങ്ങളുണ്ട്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പണബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. അനുച്ഛേദം 108 പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തത് അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. 3 ഒരു പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. 4 ഭാരതത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണബില്ലിലൂടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 108 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോയിന്റ് സിറ്റിംഗുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓർത്തിരിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. ജോയിന്റ് സിറ്റിംഗുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 108 കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 109 പറയുന്നത് എന്ത്? പണബില്ല് രാജ്യസഭയിലേക്ക് അയക്കേണ്ടതില്ല, അല്ലെങ്കിൽ രാജ്യസഭയുടെ അയക്കേണ്ടതില്ല എന്നല്ല, രാജ്യസഭയ്ക്കല്ല അതിൽ മുൻതൂക്കമുള്ളത് ലോക്സഭയ്ക്കാണ്. ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. അതിനുശേഷം ഇത് രാജ്യസഭയിലേക്ക് അയക്കുകയും 14 ദിവസത്തിനുള്ളിൽ ഇത് രാജ്യസഭ തിരിച്ചയക്കുകയും ചെയ്യേണ്ടതാണ്. രാജ്യസഭയ്ക്ക് ഇത് പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ അതിന് എന്താണ് സാങ്ഷൻ കൊടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അമെന്റ്മെന്റ് ചെയ്യുന്നതിൽ രാജ്യസഭയ്ക്ക് അധികാരമില്ല. ഇത് രാജ്യസഭയ്ക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭ തന്നെ ആയിരിക്കും. കൂടുതലും മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പണബില്ലുമായി ബന്ധപ്പെട്ട അധികാരം കൂടുതലുള്ളത് ലോക്സഭയാണ്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ പവേഴ്സ് ഓഫ് മണി ബില്ല് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 109 എന്ന് പറയുന്നത് കേട്ടോ. 110 എന്താണ് മണിബില്ല് എന്താണ് മണിബില്ല് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ആർട്ടിക്കിൾ 110. അതിലാണ് എന്ത് പറയുന്നത്? ഭാരതത്തിന്റെ സഞ്ചിത നിധിയിൽ അഥവാ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമുള്ള പണവിനിയോഗമെല്ലാം എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ റവന്യൂ ആയിക്കോട്ടെ എല്ലാം എന്ത് ചെയ്യുന്നുള്ളൂ? പണബില്ലിൽ നിർവചിക്കപ്പെടുന്നു എന്ന് പറയുന്നത് 110ാമത്തെ ആർട്ടിക്കിളിലാണ്. അതും കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഭാരതത്തിന്റെ ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ റെഗുലേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ബോറോയിങ്സുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം പറയുന്നത് പണബില്ല് ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 110 കേട്ടോ. പണബില്ല് ഇതൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നത് 110ാമത്തെ ആർട്ടിക്കിളിലാണ്. എന്നാൽ അതിന്റെ സ്പെഷ്യൽ പ്രൊസീജിയേഴ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 109 എന്ന് പറയുന്നത്. ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്.
രാജ്യസഭ ഇത് പിടിച്ചു വെക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. 14 ദിവസത്തിനുള്ളിൽ ഇത് എന്ത് ചെയ്യണം, രാജ്യസഭ തിരിച്ചയച്ചിരിക്കണം എന്നുള്ളതെല്ലാം പറയുന്നതാണ് 109 ആർട്ടിക്കിൾ. 108 ഓർത്തിരിക്കുക, ജോയിന്റ് സിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇനി 111 എന്ന് പറയുന്നത് എന്താണ്, പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 111 കേട്ടോ, ശരിയാണ്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പണബില്ല് അത് ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, ലോക്സഭ സ്പീക്കറാണ് അത് തീരുമാനിക്കുന്നത്. അത് മണി ബില്ലാണോ അതോ ലോക്കൽ അല്ലാതെ ഓർഡിനറി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. അത് ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ ബി സി ഡി 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബി സി ഡി എന്നിവ ശരിയാണ്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ഏതാണ്? ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ചോദിച്ചിരിക്കുന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണം തന്നിട്ടുണ്ട്, വടക്ക് കിഴക്കൻ മേഖലയുടെ സംസ്ഥാന രൂപീകരണം, തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി ആണ് കേട്ടോ. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇത് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്ന് പറയുന്നത്. ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ. ഇനിയും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. അതുപോലെ ജീവനോപാധികൾ തേടാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 21 എന്താണ്, ലൈഫ് ആൻഡ് ലിബർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 21. രണ്ടും എന്താണ്, ശരി തന്നെയാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം, പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താണ് 21 വരുമെന്നുള്ള കേസാണ് ഇത് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2017 കേസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താണ്, സ്വകാര്യത എന്താണ്, ആർട്ടിക്കിൾ 21 പ്രകാരം എന്താണ്, മൗലിക അവകാശം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജീവനോപാധികൾക്കുള്ള ശുദ്ധമായ കുടിവെള്ളം, ശുദ്ധമായ വായു, ഇതെല്ലാം എന്താണ് മനുഷ്യന്റെ ഓരോ വ്യക്തിയുടെയും ഓരോ പൗരന്റെയും മൗലിക അവകാശമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21. അത് ശ്രദ്ധിക്കുക. അപ്പൊ ഈ പറയുന്ന 2 പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പൊ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഡെഫിനിഷൻ എന്നുള്ളതാണ് നോക്കേണ്ടത്. ആൻസർ വരുന്നത് എന്താണ്, ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. കറക്റ്റ് ഓർഡർ പഠിച്ചു വെച്ചിരിക്കുക. ഓർഡർ മാറ്റിയും തിരിച്ചും വരെയും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർഡർ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യ എന്താണ്, ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി, അല്ലെങ്കിൽ അധ്യക്ഷൻ മാത്രമല്ല, ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ ലോക്സഭയിൽ മാത്രമുള്ള അംഗങ്ങളുള്ളതാണ് ആര്, എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലാണ് എന്ത്, ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് ഇത് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഏറ്റവും വലിയ കമ്മിറ്റിയാണ് ഏത്, എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. 30 അംഗങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. അത് ഓർത്തിരിക്കുക. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട്, അതിൽ 22 അംഗങ്ങളാണ് ഉള്ളത്. അധ്യക്ഷനായിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിലെ ആളായിരിക്കും ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. 22 അംഗങ്ങളാണ്. ലോക്സഭയിൽ നിന്നും 15 പേരും അതുപോലെ തന്നെ രാജ്യസഭയിൽ നിന്നും 7 പേരും അടങ്ങുന്ന ഒരു 22 അംഗ കമ്മിറ്റിയാണ് ഏത്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയും, അതിലും 22 അംഗങ്ങൾ തന്നെയാണ് ഉള്ളത്. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമാണ് ഉള്ളത്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കട്ടെ. ഏറ്റവും വലിയ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് ഏറ്റവും വലിയ കമ്മിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് ഇത് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ലോക്സഭാ അംഗങ്ങൾ മാത്രം ചേർന്നുണ്ടാകുന്ന ഒരു കമ്മിറ്റിയാണ് ഇത് എസ്റ്റിമേറ്റ് കമ്മിറ്റി കേട്ടോ. ഓർത്തിരിക്കുക. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. സെൻട്രൽ വിസ്ത പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പാർലമെന്റിന്റെ സമുച്ചയ നിർമ്മാണമാണ്. അപ്പൊ പുതിയ പാർലമെന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഏത് പദ്ധതി വന്നത്, സെൻട്രൽ വിസ്ത പദ്ധതി വന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്, ഉറക്കത്തെ ചോദിച്ചാലും പറയണം. നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതാണ്? തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. തുങ്കൻ കമ്മിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. യോജിക്കുന്നതാണ് എന്താണെന്നുള്ളത് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ മറ്റൊന്ന് മറന്നു പോകും. ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് ഒന്നേന്ന് പറഞ്ഞ് വായിക്കാൻ നിൽക്കരുത്. അപ്പോൾ ആ മാർക്ക് ചെയ്ത സാധനം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് യോജിക്കുന്നതാണോ യോജിക്കാതെന്നോ ആദ്യം വായിക്കുമ്പോൾ തന്നെ അതൊന്ന് മാർക്ക് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ
ചെയർമാനും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി 5 വർഷമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 5 വർഷമല്ല, എത്രയാണ് വർഷം? 6 വർഷമാണ് കാലാവധി. 6 വർഷം അഥവാ 62 വയസ്സാണ് ഏത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത്. 315 എന്ത് പറയുന്നത്? നമ്മുടെ കേന്ദ്രത്തില് UPSC ഉണ്ടായിരിക്കണം, അതുപോലെ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന PSC ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് 315 വകുപ്പിലാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആരാണ് നിയമിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനെ? മറ്റംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാനത്ത് അത് ഗവർണറും, കേന്ദ്രത്തിൽ അഥവാ UPSCയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റുമാണ് നിയമിക്കുന്നത്. അതുപോലെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് തന്നെയാണ് സംസ്ഥാന കമ്മീഷൻ വരുമ്പോൾ. UPSCയുടെ വരുമ്പോഴത്തേക്ക് അത് പ്രസിഡന്റ് തന്നെയാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. ഇനി ജോയിന്റ് PSC ഉണ്ട്, JPSC. ജോയിന്റ് PSCയെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് കേട്ടോ നിയമിക്കുന്നത്. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതായത് ഗവർണർക്കായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 1ഉം 2ഉം മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യനാണ് ഇതിനകത്ത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾ അംഗീകാരം നൽകാതിരിക്കുക. അതുപോലെ ബില്ലുകൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ച സംസ്ഥാന ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ 1 വർഷത്തെ സമയപരിധി ലഭിക്കും. ഇത്രയുമാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, രാഷ്ട്രപതിക്ക് എന്താണ്, ഗവർണർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സംസ്ഥാനത്തുള്ള ബില്ലുകൾക്ക് അസെന്റ് കൊടുക്കാതെ അതെന്ത് ചെയ്യാം? നേരെ പ്രസിഡന്റിന് അയച്ചു കൊടുക്കാം. അദ്ദേഹത്തിന്റെ അസെന്റ് തേടാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ബില്ലുകൾക്ക് പ്രത്യേകതയുണ്ട്. രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ അത് അസെന്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യാം? തടഞ്ഞു വെക്കാനുള്ള അധികാരമുണ്ട്. ഇല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കാനുള്ള അധികാരവുമുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം, ശരിയാണ്. അതുപോലെ ബില്ലുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കുകയും ചെയ്യാം, അതും ശരിയാണ്. ഇനി ഈ റെക്കമെൻഡേഷൻസ് നൽകിയിട്ട് തിരിച്ചു വരുന്ന ബില്ലുകൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് അംഗീകാരം നൽകാതിരിക്കാം. അപ്പം അത് രാഷ്ട്രപതിയുടെ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ഓർത്തിരിക്കുക, ഈ പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1 വർഷം സമയപരിധി എവിടെയും നമുക്ക് പരാമർശിച്ചിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും നമ്മൾ പറയുന്നില്ല രാഷ്ട്രപതി ഇത്ര നാൾക്കുള്ളിൽ ഒരു സംസ്ഥാന ബില്ലിന് അംഗീകാരം കൊടുക്കണമെന്ന്. അത് രാഷ്ട്രപതിയുടെ ഇഷ്ടമാണ്. ഇനി അതിൽ സുപ്രീം കോടതി ജസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അത് തീർപ്പാക്കുക എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. അതും സുപ്രീം കോടതി പ്രത്യേകിച്ച് ഒരു കാലയളവൊന്നും പറയുന്നില്ല. എത്രയും മാക്സിമം 2 പേർക്കും അനുയോജ്യമായ അല്ലെങ്കിൽ 2 പേർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് അസെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അതിന് നിർദ്ദേശം എന്നുള്ളത് അറിയിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ 1 വർഷം സമയപരിധിക്ക് ഉള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാഷ്ട്രപതി തിരിച്ചയക്കുന്ന ബില്ലില്ലേ, സംസ്ഥാനങ്ങൾക്ക് എന്താണ് റെക്കമെൻഡേഷൻസ് തിരിച്ചയക്കുന്ന ബില്ല് 6 മാസത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾ തിരിച്ചു രാഷ്ട്രപതിക്ക് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറയുന്നുണ്ട്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കാം. അത് 6 മാസത്തിനകത്താണ് സംസ്ഥാനങ്ങൾ തിരിച്ചത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കേണ്ടത്. സംസ്ഥാനങ്ങൾ ഗവർണർക്ക് കൊടുക്കും, ഗവർണർ പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കേണ്ടത് 6 മാസത്തിനുള്ളിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ പറയുന്നതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. 1ഉം 2ഉം മാത്രം ശരി എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകൾ ഉണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കടമെടുത്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്തിൽ രൂപം കൊണ്ടതാണ്. നിർദ്ദേശക തത്വങ്ങൾ DPSP റഷ്യൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോക്സഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടന മാതൃകയിലുള്ളതാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണങ്ങളിൽ നിന്നും രൂപം കൊണ്ടതാണ്. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നുമാണ്, ശരിയാണ്. അതുപോലെ ലോക്സഭാ സ്പീക്കറുടെ പദവി എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്, അതും ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ എടുത്തിരിക്കുന്നത് റഷ്യൻ ഭരണഘടനയിൽ നിന്നും അല്ല, എവിടെ നിന്നാണ്? ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഓർത്തിരിക്കുക. അയർലൻഡിൽ നിന്നുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? DPSP അഥവാ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ശ്രദ്ധിക്കുക, കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗസംഖ്യയുടെ എത്രയാണ്? 15% കൂടാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് ഏത് അമെന്റ്മെന്റിലൂടെയാണ്? 91ാമത് ഭേദഗതിയിലൂടെയാണ് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, ഇത് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ടൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച്
ഒഴിയണമെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കേണ്ടത് ആർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. രാഷ്ട്രപതിക്കാണ് ഇദ്ദേഹം രാജി സമർപ്പിക്കേണ്ടത്. അപ്പൊ ആൻസർ വരുന്നത് ഇതാണ്, ഓപ്ഷൻ ഡി, രാഷ്ട്രപതിക്കാണ് കേട്ടോ. അപ്പൊ ഹൈക്കോടതി ജഡ്ജി ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കേണ്ടത്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, വിച്ച് പ്രൊവിഷൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്? തൊഴിലിന് അല്ലെങ്കിൽ അവസര സമത്വം നൽകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 16 അവസര സമത്വം നൽകുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പലവട്ടമായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്, വീണ്ടും വീണ്ടും ചോദിക്കാം. വാട്ട് ഈസ് എ പ്രൈമറി പേർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 17 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 17 എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? പ്രൊഹിബിറ്റിംഗ് ഡിസ്ക്രിമിനേഷൻ ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് ആണോ? എസ്റ്റാബ്ലിഷിംഗ് റിലീജിയസ് ഫ്രീഡം ആണോ? ഇറാഡിക്കേഷൻ അൺടച്ചബിലിറ്റി ആണോ? ഗ്യാരണ്ടിങ് സ്പെഷ്യൽ ടൈറ്റിൽസ് ആണോ? അല്ല, ഏതാണ്? ഇറാഡിക്കേറ്റിംഗ് അൺടച്ചബിലിറ്റി ആണ്. തൊട്ടുകൂടായ്മ നിരോധനത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. സ്പെഷ്യൽ ടൈറ്റിൽസ് വരുന്നത് 18 കേട്ടോ. ആർട്ടിക്കിൾ 18 റിലീജിയസ് ഫ്രീഡം വരുന്നത് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളാണ് റിലീജിയസ് ഫ്രീഡം വരുന്നത്. അതുപോലെ ഡിസ്ക്രിമിനേഷൻ പബ്ലിക് എംപ്ലോയ്മെന്റ് നമ്മൾ പഠിച്ചു, എംപ്ലോയ്മെന്റ് നമ്മൾ പറഞ്ഞു 16 ആർട്ടിക്കിൾ 16 വരുന്നത്. അപ്പം ഇത്രയും ആർട്ടിക്കിൾസ്, ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ എന്തായാലും അതിനകത്ത് കാണും. അതുപോലെ തന്നെ DPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണ് ശ്രമിക്കുക കേട്ടോ. ഇനി വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ ടേം മാൻഡമസ്? മാൻഡമസിന്റെ ലിറ്ററൽ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 5 റിട്ടുകളുടെയും അതിന്റെ വേർഡ് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് വി കമാൻഡ് എന്നുള്ളതാണ് മാൻഡമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മാൻഡമസ്? വി കമാൻഡ് എന്നുള്ളതാണ് മാൻഡമസ്. What significant change did the 86th Amendment Act bring about the Indian Constitution? 86 ഭരണഘടനാ ഭേദഗതി എന്ത് ചേഞ്ച് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നത്? അപ്പോൾ 86 എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് വിഡ്രോ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 86 എന്താണ് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ആണ് ചെയ്തത് അഡീഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾ 21A. അഡീഷൻ ആർട്ടിക്കിൾ 21A എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ അമെൻമെന്റ് ആണ് ഏത്? 86 അമെൻമെന്റ് എന്ന് പറയുന്നത്, ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഓഫ് ഹ്യൂമൻ ബീയിങ് ആൻഡ് ആൾ ഫോംസ് ഓഫ് ബാൻഡ് ലേബർ? ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ ബാൻഡ് ലേബറും ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 23 കേട്ടോ. ആർട്ടിക്കിൾ 23 എന്തിനെ റെപ്രസെന്റ് ചെയ്തു? മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ അടിമവേല, ഇതിനെയൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് 23 എന്ന് പറയുന്നത്. 24 ബാലവേലയെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ്. 21 എന്ന് പറയുന്നത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള ആർട്ടിക്കിളാണ്. അതുപോലെ 22 എന്ന് പറയുന്നത് കരുതൽ തടങ്കലിനെതിരെയുള്ള ആർട്ടിക്കിളാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിൾസും ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് പോയിറ്റ്സ് വർക്ക്സ് കണ്ടെയ്ൻ ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് റൂറൽ ലൈഫ് ഇൻ കേരള? നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റിനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് റൂറൽ ലൈഫ് ഇൻ കേരള, കേരളത്തിലെ ഗ്രാമീണ ജീവിതങ്ങളെ പറ്റിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത പോയിറ്റ് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് കേട്ടോ. ഡ്യൂറിംഗ് വിച്ച് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഡിഡ് 10 അമെൻമെന്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടേക്സ് പ്ലേസ്? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 അമെൻമെന്റ്സ്, ഏറ്റവും കുറഞ്ഞ ഒരു ഷോർട്ട് സ്പാനിൽ 10 അമെൻമെന്റ്സ് നടത്തിയത് കാലയളവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ആൻസർ എന്ന് പറയുന്നത് 2001, 2003 കേട്ടോ. ആ ഒരു ചെറിയ 3 വർഷത്തെ കാലയളവിലാണ് 10 അമെൻമെന്റ്സ് കൊണ്ടുവന്നത്. ഇതിന് മുന്നേ കൊണ്ടുവന്നത് 1974, 76 കാലയളവിലാണ് 10 അമെൻമെന്റ്സ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ 2 സ്പാനിലാണ് 10 അമെൻമെന്റ്സ്, ആ ഒരു 3 വർഷ കാലയളവിൽ 10 അമെൻമെന്റ്സ് കൊണ്ടുവരുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ 74, 76 കാലയളവിലും 10 അമെൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 2001, 2003 കാലയളവിലും 10 അമെൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഷോർട്ട് പീരീഡിൽ അത്രയും അധികം അമെൻമെന്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെയിം ദ കേസ് ഇൻ വിച്ച് ദ ജുഡീഷ്യറി അഡ്വാൻസ്ഡ് ദ തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ. അപ്പൊ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന തിയറിയെ ജുഡീഷ്യറി അംഗീകരിച്ചത് അല്ലെങ്കിൽ അത് പറഞ്ഞൊരു കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ്, ഗോരഖ്നാഥ് കേസ്, മിനർവ മിൽ കേസ്, SR ബൊമ്മായി കേസ്. ഏതിലാണ് പറഞ്ഞത്? കേശവാനന്ദ ഭാരതി കേസ്, ഓർത്തിരിക്കുക കേട്ടോ. കേശവാനന്ദ ഭാരതി കേസിലാണ് ഇത് പറയുന്നത്. Next one, who introduced reforms such as abolition of a compulsory labor and slave trade in Cochin state during the late 19th century? കൊച്ചിൻ സ്റ്റേറ്റിലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കൊച്ചിയിൽ 19ാം നൂറ്റാണ്ടിൽ കമ്പൽസറി ലേബർ, അടിമവേലകളും അതുപോലെ തന്നെ അടിമത്തവും അടിമ കച്ചവടവും എല്ലാം തന്നെ നിരോധിച്ചത്
ഏത് ദിവാന്റെ കാലയളവിലാണ്, അല്ലെങ്കിൽ ഏത് ദിവാനാണ്, കൊച്ചിയിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ദിവാൻ ശങ്കുണ്ണി മേനോനാണ് കേട്ടോ. ദിവാൻ ശങ്കുണ്ണി മേനോന്റെ കാലയളവിലാണ് ഇത് കൊച്ചിയിൽ 19ാം നൂറ്റാണ്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിച്ചു കഴിഞ്ഞു. എന്താണ്? 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബില്ല് ആരംഭിക്കുവാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ധനബില്ലുമായുള്ള ക്വസ്റ്റ്യൻ വീണ്ടും വന്നിരിക്കുന്നു. ധനബില്ല് എന്താണ് ആരംഭിക്കുവാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലോക്സഭയിൽ മാത്രമേ അത് ആരംഭിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ശരിയാണ്. സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇത് രാജ്യസഭ. ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ലോക്സഭ എന്ന് പറയുന്നത്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. അതിനെന്തില്ല, ഒരു ടെർമിനേഷൻ ഒന്നുമില്ല. സ്ഥിരം സഭയായിട്ട് 6 കൊല്ലം എന്ന് പറയുന്ന അംഗങ്ങൾക്ക് മാത്രമാണ് എന്ത് കാലാവധി ഉള്ളത്. അല്ലാതെ രാജ്യസഭയ്ക്ക് എന്തില്ല, കാലാവധി ഇല്ല. അതൊരു സ്ഥിരം സഭയായിട്ടാണ് നിലനിന്ന് പോകുന്നത്. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകും. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1/3 1/3 ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുള്ളൂ, പിരിഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അത് ഓർത്തിരിക്കുക. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇവിടെ തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 പ്രസ്താവനകൾ എന്താണ് ശരി എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. PK തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. അപ്പം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടില്ലേ. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് 4ാം അധ്യായം എന്നുള്ളത് പെട്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. DPSPയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം എന്താണ് നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിൽ തുല്യ അവസരം. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഏതൊക്കെയാണ് DPSPയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? 3ഉം 4ഉമാണ് പെടാത്തത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. തുല്യ ജോലിക്ക് തുല്യവേതനം 39 ഡിക്കകത്താണ് പറയുന്നത്. 39 പറയുന്നതാണ് ഇത് തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്നത്. ഏകീകൃത സിവിൽ നിയമം എത്രയാണ്? 44 ഏകീകൃത സിവിൽ നിയമം എന്ന് പറയുന്നത്. സംഘടനാ സ്വാതന്ത്ര്യം എന്താണ്? 19 സംഘടനാ സ്വാതന്ത്ര്യം പറയുന്നത്. പൊതുതൊഴിൽ തുല്യ അവസരം 16 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ 19 16 ഒക്കെ ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. DPSP എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? 36 മുതൽ 51 വരെ ഉള്ളതാണ് ഏത്? DPSP എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർത്തു വെച്ചിരിക്കുക. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃക പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വീണ്ടും റിപ്പീറ്റ്ലി നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം കറണ്ട് അഫയേഴ്സിൽ. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സി വിജിലാണ് കേട്ടോ. സി വിജിലാണ്. എന്താണ് സി വിജിലിന്റെ പ്രത്യേകത? ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുക, അതിന് ക്രമക്കേടുകളും പരാതികളും ഒക്കെ എന്താണ് പൗരന്മാർക്ക് എന്ത് ചെയ്യാം? ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ് ചേരുംപടിയിൽ ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. യൂണിയൻ ലിസ്റ്റ് തന്നിട്ടുണ്ട്. പ്രതിരോധം, ആണവോർജം. സംസ്ഥാന ലിസ്റ്റ് കൃഷി, മത്സ്യബന്ധനം. കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം, ബാങ്കിങ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം എന്താണ് ശരിയാണ്. അപ്പൊ ആണവോർജവും പ്രതിരോധവും ഏത് ലിസ്റ്റിൽ പെടുന്നതാണ്? യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ്. കൃഷി, മത്സ്യബന്ധനം എന്നിവ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നതാണ്. മദ്യനിയന്ത്രണം ഏതിലല്ല? മദ്യനിയന്ത്രണം കൺകറന്റ് അല്ല, അത് സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യമാണ് കേട്ടോ. മദ്യനിയന്ത്രണം എന്ന് പറയുന്നത്. അതുപോലെ ബാങ്കിങ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. ലിസ്റ്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നമുക്ക് ചോദിച്ചിരിക്കും. നെക്സ്റ്റ്, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇവിടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡും കൂടിയാണ്, അതുകൊണ്ട് ഓർത്തിരിക്കുക. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ്. കിരൺ റിജിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ ഇതിനകത്ത്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്? 46 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്.
നെക്സ്റ്റ്, കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രമേ ശിക്ഷ. കുറ്റാരോപിതനെ അയാൾക്കെതിരെ ശിക്ഷ സാക്ഷി ആക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ ഉറപ്പ് നൽകുന്നത് ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? മൗലികാവകാശത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഏത് ആർട്ടിക്കിളാണ് ഇത് പറയുന്നത്? ആർട്ടിക്കിൾ 20 അനുച്ഛേദം 20 പറയുന്നതാണ് എന്ത്? സ്വന്തമായിട്ട് അയാൾക്ക് തന്നെ അയാളെ സാക്ഷിയാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കുറ്റത്തിന് പലവട്ടം ശിക്ഷിക്കാൻ പാടില്ല, ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. അതുപോലെ ആ സമയത്ത് കുറ്റം ചെയ്ത സമയത്തുള്ള നിയമത്തിന്റെ കാര്യത്തിൽ മാത്രമേ ശിക്ഷ പാടുള്ളൂ എന്നെല്ലാം പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2003 ഭരണഘടന 92 ഭേദഗതി നിയമം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഷകളെ ഉൾപ്പെടുത്തിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 92 ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ ഭാഷകളാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബോഡോ, മൈഥിലി, സന്താളി, നേപ്പാളി, ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1, 2, 3 ശരി എന്നുള്ളതാണ് കേട്ടോ. 1, 2, 3 നമ്മൾ ഉൾപ്പെടുത്തിയത്. ബോഡോ, മൈഥിലി, സന്താളി അതുപോലെ ഡോഗ്രി എന്നീ 4 ഭാഷകളാണ് 92 ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയത്. നേപ്പാളി അല്ല, ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കുക. അപ്പൊ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കടമകളാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, തെരഞ്ഞെടുപ്പുകൾ വോട്ട് രേഖപ്പെടുത്തുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ആക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇതിൽ ഏതൊക്കെയാണ് മൗലിക കടമകളിൽ പെടുന്നതെന്നാണ്. അപ്പൊ ഏതൊക്കെയാണ്? തെരഞ്ഞെടുപ്പുകൾ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ മൗലിക കടമയല്ല, അത് ജസ്റ്റ് ഒരു ലീഗൽ റൈറ്റ് മാത്രമേ ഉള്ളൂ. അത് ഓർത്തിരിക്കുക. ബാക്കി പറയുന്ന 3 ദേശീയ പതാക, ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക ശരിയാണ്, ദേശീയ മനോഭാവം വളർത്തുക ശരിയാണ്, പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ആക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇതെല്ലാം എന്താണ്? പൗരന്റെ മൗലിക കടമകളാണ്. പൗരൻ കറക്റ്റായിട്ട് രാജ്യത്തോട് ചെയ്യേണ്ട കുറച്ച് കടമകളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്, 2 തെറ്റാണ് കേട്ടോ. തെരഞ്ഞെടുപ്പ് എന്തല്ല ഒരു മൗലിക കടമയല്ല, ഓർത്തിരിക്കുക. എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല? പാർലമെന്റ് എത്ര നാൾക്കുള്ളിൽ എന്ത് ചെയ്യണം? പ്രസിഡന്റിന്റെ എമർജൻസി പ്രൊസീജിയർ അംഗീകരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1 മാസം, 1 മന്ത്, 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പാർലമെന്റ് അംഗീകാരം നൽകിയെങ്കിൽ മാത്രമേ നാഷണൽ എമർജൻസി എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുള്ളൂ, ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പൊ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 44 ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏത് ഭേദഗതിയാണ്? 44 ഭരണഘടനാ ഭേദഗതിയാണ്, ഓർക്കുക കേട്ടോ. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. 300A ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ നടപടിയിൽ നിന്നും സംരക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു നിയമ അവകാശമായി മാറിക്കഴിയുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? അത് എക്സിക്യൂട്ടീവ് നടപടിയിൽ നിന്നും എന്ത് ചെയ്യും? ഇതിനെ സംരക്ഷിക്കും, പക്ഷേ നിയമനിർമ്മാണ നടപടിയിൽ നിന്നും എന്ത് ചെയ്യില്ല? സംരക്ഷിക്കില്ല. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി അബോവ് ട്രൂ ആണെന്നാണ് കൊടുക്കേണ്ടത്. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ അഥവാ ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായിട്ട് മാറാൻ പോകുന്ന മണ്ഡലം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ്, കൽപ്പറ്റ, വാമനപുരം അതുപോലെ തൃത്താലയാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ വാമനപുരമാണ് കേട്ടോ. വാമനപുരമാണ് എന്ത്? സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായിട്ട് മാറാനായിട്ട് പോകുന്നത്. നമ്മളിലെ വാമനപുരം ബസ് റൂട്ട് സിനിമ ആലോചിച്ച് പഠിച്ചു വെച്ചിരിക്കുക. തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ വരുന്നു, പിന്നെ അവിടെ എന്താണ്? തർക്കങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചിരിക്കുക കേട്ടോ. ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായിട്ട് മാറാൻ പോകുന്ന മണ്ഡലമാണ് ഏത്? വാമനപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായത് കണ്ടെത്തുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേശവാനന്ദ ഭാരതിയുമായി ബന്ധപ്പെട്ട് ശരിയായവ: ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ അവകാശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന
ഘടന ഏതാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എയും സിയും എന്താണ് ഒരുമിച്ച് വരില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു എന്നാണ് എ പറയുന്നത്. സി എന്താണ് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. അപ്പൊ എന്താണ്, അത് രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല. അപ്പൊ എന്താണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ് തെറ്റാന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി പറയുന്ന ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും എന്താണ് ശരിയാണ് കേട്ടോ. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ബി, സി, ഡി എന്നിവ ശരിയാണ്. എന്താണ് പറഞ്ഞത്, കേശവാനന്ദ ഭാരതി കേസിന് തുടർന്നാണ് എന്ത് വരുന്നത്, 42ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കുമില്ല, അല്ലെങ്കിൽ അമെന്റ്മെന്റ് വഴിയിട്ട് അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. പാർലമെന്റിന് അങ്ങനെ ഒരു അധികാരം ഇല്ല എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അടിസ്ഥാന ഘടന എന്താണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. പിന്നീട് വന്ന കേസുകളിലാണ് എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ, ഓരോ കേസുകൾ വരുമ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഈ ഒരു കേസിൽ ഇതൊക്കെയാണ് ബേസിക് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നീട് വരുന്ന കേസുകൾക്ക് അനുസരിച്ചിട്ടാണ് ബേസിക് സ്ട്രക്ചേഴ്സ് നമ്മൾ പിന്നീട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങൾ, സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റിക്കരുത് കേട്ടോ. തന്നിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതിർത്തി നിർണയ കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിർത്തി നിർണയ കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്, സംവരണ മണ്ഡലങ്ങളെയെല്ലാം തിരഞ്ഞെടുക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ചുവടെ ചേർത്തിരിക്കുന്നു, ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 42 ഇപ്പൊ 2-3 വട്ടം കൊണ്ട് ചോദിക്കുന്നു കേട്ടോ. മൗലിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്താനുള്ള അധികാരം പാർലമെന്റിന് ഇല്ലെന്ന് സുപ്രീം കോടതി വാദിച്ചു. ഓപ്ഷൻസ് ശ്രദ്ധിച്ച് തന്നെ വായിക്കണം കേട്ടോ നമ്മൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. 6 മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തേക്ക് ഈ ഭേദഗതിയിലൂടെയാണ്. അതുപോലെ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. അപ്പൊ ഓൾറെഡി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് എന്നുള്ളത് അറിയാം. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സുകൾ നോക്കാം. എന്താണ് തന്നിരിക്കുന്നത്, ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയ ഭേദഗതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ്, ലോക്സഭയുടെ മാത്രം കാലാവധി എന്ത് ചെയ്തിട്ടുള്ളൂ, 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയുള്ളൂ. തിരിച്ചത് 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കിയത് 44ാം ഭേദഗതിയാണ്. ഓർത്തിരിക്കുക. അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 5 വിഷയങ്ങൾ കറക്റ്റ് ആണ്, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ മൗലിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്താനുള്ള അധികാരം പാർലമെന്റിന് ഇല്ലെന്ന് സുപ്രീം കോടതി വാദിച്ചു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് സുപ്രീം കോടതി വാദിച്ചത്, ബേസിക് സ്ട്രക്ചറിനെ അഥവാ അടിസ്ഥാന ഘടനയെ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതി നടത്താൻ പാർലമെന്റിന് അധികാരമില്ലെന്നാണ് 42ാം ഭേദഗതിയിലൂടെ പറയുന്നത് കേട്ടോ. അത് ഓർക്കുക. അതുകൊണ്ടാണ് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയത്. ഇവിടെ ആൻസർ വരുന്നത് ബിയും ഡിയും ശരി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. അപ്പൊ ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം ഏതാണ്, 243A, B, C, D ആണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ 243D ആണ് കേട്ടോ. അപ്പൊ 243Dയിൽ എന്താണ് പറയുന്നത്, ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണത്തെ പറ്റി പറയുന്നതാണ് 243D എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ്ലി ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് മൃഗസംരക്ഷണം, മായം ചേർക്കൽ, വിദേശ വ്യാപാരം, ലോട്ടറി, തൊഴിൽ സംഘടനകൾ, പൊതുജനാരോഗ്യം, വിവാഹം, വിവാഹമോചനം. മൃഗസംരക്ഷണം ഏതുമായി ബന്ധപ്പെട്ടതാണ്, സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൃഗസംരക്ഷണം എന്ന് പറയുന്നത്. മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റ് ആണ്, ഓർക്കുക. വിദേശ വ്യാപാരം യൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോട്ടറി യൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തൊഴിൽ സംഘടനകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. തൊഴിൽ സംഘടനകൾ വരുമ്പോൾ അത് കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. അതുപോലെ വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ആൻസർ വരുന്നത് ഏതൊക്കെയാണ്, ബി ഉണ്ട്, അതുപോലെ ഇ ഉണ്ട്, ജി ഉണ്ട്. BEG ആൻസർ സി ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമുക്ക് അധികം പാടില്ലാതെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത്രയും ഒന്നും അറിഞ്ഞിരിക്കണം എന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി 1-2 കാര്യങ്ങൾ അതിലൊക്കെ മനസ്സിലാക്കി കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. റിപ്പീറ്റഡ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കറക്റ്റ് കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ.
നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു, ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ കടമെടുക്കലും PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം, അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവൻ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നാണ് എടുത്തത്? USA അമേരിക്കയിൽ നിന്നും എടുത്തതാണ് ഏത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അവശിഷ്ട അധികാരങ്ങൾ റെസിജ്വൽ പവേഴ്സ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവൻ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവൻ എന്ന ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നുമാണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, കടമെടുത്തത് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, പ്രധാന കമ്മീഷനുകളും അതിന്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു, ശരിയായവ കണ്ടെത്തുക. പ്രധാന കമ്മീഷനുകൾ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണ്? മണ്ഡൽ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, ഷാ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. അപ്പൊ കോത്താരി കമ്മീഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. 4 3 ഒരൊറ്റെണ്ണേ ഉള്ളൂ ഡി കേട്ടോ. ഇങ്ങനെയും നമുക്ക് ഉത്തരങ്ങൾ എഴുതാം. എല്ലാം അറിയണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. മണ്ഡൽ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? രണ്ടാം പിന്നോക്ക കമ്മീഷനാണ് ഏത്? മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. സർക്കാരിയ കമ്മീഷൻ എന്താണ്? കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ബന്ധം അതിനെ പരാമർശിക്കുന്നതാണ് ഏത്? സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. ഷാ കമ്മീഷൻ എന്താണ് കൊണ്ടുവരിക്കുന്നത്? അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ് ഏത്? ഷാ കമ്മീഷൻ എന്ന് പറയുന്നത്. കോത്താരി കമ്മീഷൻ നമ്മൾ പറഞ്ഞു, ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാവുന്നത് വെച്ചിട്ട് ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രമിക്കുക. ചോദ്യങ്ങൾ വിട്ട് കളയരുത്. ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ ഒരുപാടെണ്ണം കാണും. അപ്പൊ നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താല്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ മിഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? നമ്മൾ ഇത്രയും കടന്ന് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് മാത്രം നോക്കുക. ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ പല ആളുകളും പലതും പറഞ്ഞിട്ടുണ്ട്. കോസി ഫെഡറൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പാർഷ്യലി ബാർഗെയിനിങ് ഫെഡറലിസം ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഓർക്കേണ്ടത്. അപ്പൊ ഇതാരാണ് പറഞ്ഞത്? കേന്ദ്ര അധിഷ്ഠിതമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞത് ആരാണ്? ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ് പറഞ്ഞത് കേട്ടോ. ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ് എന്ത് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര അധിഷ്ഠിതമാണെന്ന് പറഞ്ഞത്. ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ്. Which of the following statements is or are correct about the preamble of Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് വിത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യൻ യൂണിയൻ. പ്രിയാമ്പിൾ ഇൻക്ലൂഡ്സ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. അപ്പൊ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പ്രിയാമ്പിൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏറ്റവും വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആൻസർ ഹോൾഡ് ചെയ്യുന്നത് ഭയങ്കര അധികം കൺഫ്യൂഷൻ വരാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇന്ത്യ ആണോ ഇന്ത്യൻ യൂണിയൻ ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിച്ചും കൂടെ സമയം കളയും. അപ്പൊ നമ്മുടെ ഒരുപാട് സമയങ്ങൾ അങ്ങനെ പോകും. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യുക, മാക്സിമം പഠിച്ചതിനകത്ത് ഉറച്ചു നിൽക്കുക. അപ്പൊ എന്താണ് പറയുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹിയർ ബൈ അഡോപ്റ്റിംഗ് എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. അത് ആലോചിക്കുക. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയേ ഉള്ളൂ, ഇന്ത്യൻ യൂണിയൻ ഇല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ പ്രിയാമ്പിൾ ഇൻക്ലൂഡ്സ് ജസ്റ്റിസ്, എന്ത് തരത്തിലുള്ള ജസ്റ്റിസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ 1 3 ആണ് ശരി. ആൻസർ എ ആണ് വരുന്നത്. 1 3 ശരി എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ പ്രിയാമ്പിൾ? പ്രിയാമ്പിളിനെ കുറിച്ച് തന്നെയാണ് അടുത്ത ക്വസ്റ്റിനും കറക്റ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണിത്. എന്തൊക്കെയാണ് പ്രിയാമ്പിളിനകത്ത് കൊടുത്തിരിക്കുന്നത്? എന്താണ്? ഇന്ത്യ ഈസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 3 മാത്രം ശരി എന്നുള്ളതാണ് കേട്ടോ. ഇത് 3 കൂടെ ശരിയാണെന്നൊന്നും എഴുതി വെക്കരുത്. ഇങ്ങനെ പലതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ പ്രിയാമ്പിൾ ആകെ ഇങ്ങനെ ഒറ്റ സെന്റൻസ് ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് മാത്രമേ എഴുതാവൂ കേട്ടോ. അപ്പൊ 3 ഉള്ളി എന്നുള്ളതാണ് ആൻസർ. Which of the following statement is or are correct about the fundamental duties of Indian Constitution? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? There are 11 fundamental duties in Indian Constitution. ശരിയാണ്. ആർട്ടിക്കിൾ 51A enlisting fundamental duties. 51A എന്ത് ചെയ്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. അതുപോലെ 4A പാർട്ട് 4A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 4A ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതും ശരിയാണ്. അപ്പൊ എന്താണ്? എല്ലാം ശരി. ആൻസർ സി ആണ് വരുന്നത്. എല്ലാം ശരിയാണ് കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ടഫായിട്ടുള്ളത് ചോദിക്കാം. നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക,
പഠിക്കുക. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഇൻസേർട്ടഡ് ബൈ ദ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്. 44th ആഡ് ചെയ്തത്? അല്ല, 42nd അമെൻമെന്റിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണ്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇൻസേർട്ടഡ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 86 എത്ര ഫണ്ടമെന്റലിനെ ആഡ് ചെയ്തു? ഒരു ഡ്യൂട്ടിയാണ് ആഡ് ചെയ്തത്. ശരിയാണ്. എന്താണ് ആഡ് ചെയ്തത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത് 86ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ്. ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ 2ഉം 3ഉമാണ് ശരി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 42ലാണ് എന്ത് ചെയ്തത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തെന്നും കൂടി ഓർത്തിരിക്കുക കേട്ടോ. Which of the following statement is or are correct about first past the post system? First past the post system ആയിട്ട് കറക്റ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. FPTP എന്നാണ് പറയുന്നത് കേട്ടോ. FPTP എന്നുള്ളതാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ഈസ് അതർവൈസ് നോൺ ആസ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ഈസ് ആൾസോ നോൺ ആസ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം മീൻസ് പ്ലൂറാലിറ്റി സിസ്റ്റം. അപ്പൊ എന്താണ്? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അല്ല ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം ആണ് എന്ത്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതെന്താണ്? പ്ലൂറാലിറ്റി സിസ്റ്റം ആണ്. അതും ശരിയാണ് കേട്ടോ. അപ്പൊ 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതുപോലെ ഈ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അതും കൂടി ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അതും ചോദ്യമായിട്ട് വരാം. നെക്സ്റ്റ്, which of the following statement is or are correct about the provisions adopted by Indian Constitution from constitutions of different countries? വീണ്ടും അഡോപ്ഷൻ കടമെടുത്തുമായി ബന്ധപ്പെട്ടാണ്. Charters of fundamental rights from British Constitution, the idea of residual powers from Canadian Constitution, the directive principles of Irish Constitution. അപ്പൊ DPSP എവിടെ നിന്നാണ് എടുത്തത്? ഐറിഷിൽ നിന്നുമാണ്. ശരിയാണ്. അയർലൻഡിൽ നിന്നുമാണ് എടുത്തത്. റെസിജ്വൽ പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾ എടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ശരിയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. തെറ്റാണ്. ഏതാണ്? USA നിന്നും അല്ലെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് ധൃതിയിൽ എഴുതി തെറ്റിക്കരുത്. ആൻസർ വരുന്നത് 2ഉം 3ഉം ശരി എന്നുള്ളതാണ്. Which of the following statement is or are correct about the right to property of Indian Constitution? Right to property വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. Right to property is a fundamental right. തെറ്റാണ്. അണ്ടർ ആർട്ടിക്കിൾ 300A റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ സിമ്പിൾ ലീഗൽ റൈറ്റ്. ശരിയാണ്. 300A പ്രകാരം എന്താണ്? അതൊരു ലീഗൽ റൈറ്റ് ആണ്. 44th അമെൻമെന്റ് റിമൂവ്ഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. 44ാം അമെൻമെന്റ് റൈറ്റ് ടു പ്രോപ്പർട്ടിനെ എന്ത് ചെയ്തു? ഫണ്ടമെന്റൽ റൈറ്റ്സ് നിന്നും മാറ്റി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ 2ഉം 3ഉം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി. അപ്പോൾ തിരിഞ്ഞു പോകരുത്. 44ആണോ 42ആണോ എന്നുള്ളതൊന്നും തിരിഞ്ഞു പോവാതെ എഴുതാനായിട്ട് ശ്രമിക്കുക. Which of the following statement is correct regarding the രാജ്യസഭ? രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. രാജ്യസഭയുമായിട്ട് വീണ്ടും ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. രാജ്യസഭ റെപ്രസെന്റ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത് രാജ്യസഭ എന്ന് പറയുന്നത്. ശരിയാണ്. രാജ്യസഭ ഈസ് ആൻ ഇൻഡയറക്ട്ലി ഇലക്ടഡ് ബോഡി. ഇൻഡയറക്ട്ലി ഇലക്ടഡ് ബോഡി ആണെന്നാണ് പറയുന്നത്. അതും ശരിയാണ് കേട്ടോ. ഡയറക്റ്റ് ഇലക്ഷൻ അല്ല. ഡയറക്റ്റ് ഇലക്ഷൻ വരുന്നത് എവിടെയോട്ടാണ്? ലോക്സഭയിലോട്ടാണ് വരുന്നത്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് ഇവിടെ രാജ്യസഭയിൽ. ആൾ ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ do not complete their terms at the same time. Do not complete their terms at the same time. എല്ലാവരും ഒരേ കാലയളവിലാണോ? എല്ലാവരും 6 വർഷം കൂടുമ്പോൾ എല്ലാവരും മാറുവാണോ ചെയ്യുന്നത്? അല്ല. ഓരോരുത്തരും 2 കൊല്ലം വീതമാണ് മാറിപ്പോകുന്നത്. അപ്പം എന്താണ്? ഡു നോട്ട് കംപ്ലീറ്റ് ദയർ ടേംസ് അറ്റ് ദ സെയിം ടൈം എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. ആ 6 വർഷം എന്ന് പറയുന്നത് ഒരു ടേം കയറിയിട്ടുണ്ടാവും. അതിൽ പലർക്കും പല ഇതിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഓരോ 1/3 ആളുകളും എന്ത് ചെയ്യും? റിട്ടയർ ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ ഓരോ സമയത്ത്. അപ്പം അത് ഓർത്തിരിക്കുക. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചല്ല എന്ത് ചെയ്യുന്നത്? അവരുടെ ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? ശരിയാണ് കേട്ടോ. അപ്പൊ ആൻസർ വരുന്ന ഓൾ ദി എബോ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 2025 PSC ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണുമ്പോൾ അറിയാം എത്രത്തോളം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ വീണ്ടും ഒന്നും കൂടെ കണ്ട് നന്നായിട്ട് തന്നെ ആ ഒരു ഏരിയകളെല്ലാം മനസ്സിലാക്കുക. വീണ്ടും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.